Hello everyone, welcome to Q3 World. ഇന്ന് നമുക്ക് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടും ഒട്ടും ടെൻഷൻ ഇല്ലാതെ ഒരു 2 ടയർ പൈനാപ്പിൾ കേക്ക് ആണ്. ഇത് 1.5 കിലോ വെയിറ്റ് ഉള്ള ഒരു കേക്ക് ആണ്. 1 കിലോയുടെയും 1/2 കിലോയുടെയും ബേസിക് സ്പോഞ്ച് കേക്ക് നമ്മൾ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കിലോന്റെ ബേസ് ആയി കൊടുക്കുന്ന കേക്ക് 10 ഇഞ്ചിന്റെ ഒരു ബേസ് ബോട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് പൈനാപ്പിൾ ഫില്ലിങ്ങും വിപ്പിംഗ് ക്രീമൊക്കെ യൂസ് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് നന്നാക്കി ഫ്രിഡ്ജിൽ സെറ്റ് ആക്കാൻ വേണ്ടി കുറച്ച് നേരം വെക്കാം. ഇനി നമുക്ക് 1/2 kg ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം അതിനായിട്ട് എടുക്കുന്നത് ഒരു ചെറിയ ബേസ് ബോർഡാണ്. ടയർ കേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കേക്ക് നമ്മൾ ഒരിക്കലും ബോർഡിൻ്റെ മേലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. ഡയറക്റ്റ് സ്പോഞ്ച് കേക്ക് ആദ്യം വെച്ച് കൊടുക്കാം. അതിലേക്ക് ഷുഗർ സിറപ്പും സോക്ക് ചെയ്യാനായിട്ട് എടുക്കരുത്. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കേക്ക് കുതിർന്ന് നമുക്ക് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ 2 സ്റ്റെപ്പ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊരു 2 ടയർ ചെയ്യുമ്പോഴും നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് ഞാനിതൊരു പൈനാപ്പിൾ കേക്ക് ആയതുകൊണ്ട് കുറച്ച് പൈനാപ്പിൾ ക്രഷും കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതുമാണ് ഫില്ലിങ്ങിനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുമ്പോൾ അതിൽ ഷുഗർ സിറപ്പൊക്കെ സോക്ക് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ മാത്രം നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്, ബോർഡിലും ക്രീം ആക്കി കൊടുക്കരുത്. രണ്ടാമത്തെ ലെയർ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഷുഗർ സിറപ്പൊക്കെ വെറ്റ് ചെയ്ത് ക്രീമോ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്ത് എല്ലാ കേക്കും ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. ഈ ഫൈനൽ ലൈറ്റുള്ള ലെയറും വെച്ച് കൊടുത്ത് എത്ര ലെയേഴ്സാണോ നമ്മൾ വെക്കുന്നത് അത്രയും ലെയേഴ്സ് വെച്ച് കൊടുത്ത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാം. ഇവിടെ 3 ലെയറാണ് 1/2 kg കേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. 3 ലെയറും വിപ്പിംഗ് ക്രീമൊക്കെ നന്നായി ഇട്ട് കൊടുത്തൊന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ ടയർ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ഒരു ബോർഡ് മാക്സിമം ചെറുതെടുക്കാനായിട്ട് നോക്കാം. അപ്പം നമുക്ക് ലിഫ്റ്റ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അപ്പം നമുക്ക് ഇതും ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് 1 കിലോയുടെ ക്രം കോട്ട് ചെയ്ത് വെച്ചത് ഫൈനൽ കോട്ടിങ് ചെയ്യാനായിട്ട് എടുക്കണം. നമ്മളിതൊരു പൈനാപ്പിൾ കേക്കും ഹൽദി കേക്കും ആയതുകൊണ്ട് തന്നെ ഒരു യെല്ലോ കളറിലാണ് ഫൈനൽ കോട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ഷുഗറിൻ്റെ യെല്ലോ ജെൽ കളറാണ് ഇതിനായിട്ട് എടുക്കുന്നത്. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു ഡ്രോപ്പ് മാത്രമേ നമ്മൾ വിപ്പിംഗ് ക്രീമിലൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 കിലോയുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ഈക്വൽ എമൗണ്ടിൽ ക്രീം എല്ലാ സ്ഥലത്തും എത്തുകയും നമുക്ക് കട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല ഫിനിഷിങ്ങിലുള്ള പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള പീസസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാൻ നമുക്ക് വളരെ ഈസിയുമാണ്. അപ്പോൾ ഒരു ഐസിങ് നൈഫ് യൂസ് ചെയ്ത് നന്നായി ഒന്ന് ഫിനിഷ് ചെയ്ത് ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് 1/2 kg ഇതേപോലെ ഫൈനൽ കോട്ടിങ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ നിന്നെടുക്കാം. ഇതേപോലെ സെയിം കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഫുൾ യെല്ലോ ആയിട്ടാണ് നമ്മൾ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ എടുത്ത പോലെ തന്നെ പൈപ്പിംഗ് ബാഗിലേക്കാക്കി ഈ ഒരു 1/2 kg നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. 2 ടയർ കേക്ക് ചെയ്യുമ്പോൾ മുകളിലേക്ക് വെക്കുന്ന കേക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രമാണ് ഇത് സ്റ്റേക്ക് ചെയ്യാനായിട്ട് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഐസിങ് ചെയ്തതിന് ശേഷം രണ്ടും നന്നായി ഒന്ന് സെറ്റായി തണുത്തതിന് ശേഷം മാത്രം നമുക്ക് കേക്ക് സെറ്റ് ചെയ്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു മിനിമം ഒരു 1/4 മണിക്കൂറെങ്കിലും നമുക്ക് വെച്ചാൽ മതിയാകും. അപ്പോൾ ഞാനിതൊരു 1/4 മണിക്കൂറും കൂടി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ 1 കിലോ കേക്കും 1/2 kg കേക്കും നമ്മൾ നന്നായി ഐസിങ്ങൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ കേക്ക് മുകളിൽ വെക്കാൻ പോകുന്ന കേക്കിന് സപ്പോർട്ടായിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു വുഡൻ സ്റ്റിക്കോ അല്ലെങ്കിൽ സ്ട്രോ യൂസ് ചെയ്ത് ഒരു 4 പീസ് കേക്കിൻ്റെ സെയിം ഹൈറ്റിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം സ്റ്റിക്കൊന്ന് കുത്തി നോക്കി നമ്മൾ ആദ്യം ഒന്ന് മെഷർ ചെയ്തിട്ട് അതിന് അനുസരിച്ച് 4 പീസ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു വുഡൻ സ്റ്റിക്കിൻ്റെ സൈസ് കൂടാൻ പാടില്ല. ഇതിൻ്റെ മേലെ വെക്കാനുള്ള കേക്കും എടുത്തിട്ടുണ്ട്. ഒരു ഐസിങ് നൈഫ് യൂസ് ചെയ്ത് നമുക്ക് മെല്ലെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കേക്കിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. കേക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ മേലേക്ക് നമ്മുടെ കേക്ക് മാറ്റണം. ടേണിംഗ് ടേബിളിൻ്റെ മേലെ വെച്ച് സ്റ്റക്ക് ചെയ്യാനായിട്ട് നോക്കരുത്. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ബോർഡിൻ്റെ മേലെ വല്ലാണ്ട് ക്രീമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിത് പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. നമുക്കൊരു ഫുൾ സപ്പോർട്ടിന് വേണ്ടി സെൻട്രലായിട്ടൊരു വുഡൻ സ്റ്റിക്കും കൂടെ ഒറ്റൊരു സ്റ്റിക്ക് മാത്രം നമുക്ക് സെൻട്രലും കൂടെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കേക്കിന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പാലറ്റ് നൈഫ് ഡെക്കറേഷനാണ്. ഒരു കേക്ക് ബോർഡിൽ കുറച്ച് വൈറ്റ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. പാലറ്റ് നൈഫിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈനാണ് കിട്ടുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കേക്കിൻ്റെ ചില ഭാഗങ്ങളിൽ നമുക്കിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. നമുക്ക് കേക്കിൽ കാണാൻ ഒരു പ്രത്യേക ലുക്കുമാണ്. നമുക്ക് ഈസി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷൻ ഐഡിയ ആണ് ഇത്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കേക്കിനൊരു പ്രത്യേക ലുക്കുമാണ്. കൂടുതൽ ക്രീമൊന്നും യൂസ് ചെയ്യാതെ നമുക്കിങ്ങനെ ഒരു സിമ്പിൾ ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഇത്.
അപ്പോൾ കേക്കിൻ്റെ ചുറ്റും നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുകൾ ഭാഗത്തും ഇതേപോലെ തന്നെ കുറച്ച് ഡിസൈൻസും കൂടെ കൊടുക്കുന്നുണ്ട്. പാലറ്റ് നൈഫിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നത്. ബാക്ക് സൈഡിലേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് കുറച്ച് ഗോൾഡൻ ലീവ്സ് വെച്ച് കൊടുത്ത് ഇങ്ങനെ ഒരു സെൻട്രലായിട്ട് കുറച്ച് ഗോൾഡൻ ലീവ്സ് ബ്രഷ് യൂസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പാലറ്റ് നൈഫ് യൂസ് ചെയ്ത ഡിസൈനിൻ്റെ അവിടെ മാത്രമായിട്ടാണ് ഇങ്ങനെ ഗോൾഡൻ ലീവ്സ് കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റ് ഫ്ലവറിൻ്റെ കൂടെ ഈ ഗോൾഡൻ ലീവ്സ് കാണുന്നത് ഒരു അട്രാക്ഷനാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുത്ത് ഒരു കുറച്ച് വൈറ്റ് സ്പ്രിങ്കിൾസും കൂടെ ചെറിയൊരു സ്പ്രിങ്കിൾസും കൂടെയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടെ ഈ ഒരു വൈറ്റ് ക്രീമിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇങ്ങനെ വിരൽ വെച്ചിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വെച്ച് കൊടുത്ത് കുറച്ച് കൂടുതൽ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഡെക്കറേഷൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ബ്രൈഡൽ ഷവർ കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ബ്രൈഡ് ടു ബീൻ്റെ ടോപ്പറും കൂടെ വെച്ച് കൊടുത്ത് ഇങ്ങനെ കേക്കിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഹൽദി കേക്കായിട്ടും ബ്രൈഡൽ ഷവറായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്തെടുത്ത ഈ ഒരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. Q3 വേൾഡ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.